ഒരു നിമിഷം രാഹുൽ, ഇപ്പോൾ കാക്കനാട് സബ് ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാട്ടി ഞാൻ തിരികെ വരാം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് പോലീസ് വാഹനം എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് മാറ്റിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കാക്കനാട് ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ചില നാടകീയ രംഗങ്ങൾ കോടതിക്കുള്ളിൽ വെച്ചും കോടതിക്ക് പുറത്തുമുണ്ടായതും നമ്മൾ കണ്ടു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ടുവരുന്ന വാഹനം കാക്കനാട് ജയിലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകരെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ കോടതിക്ക് പുറത്ത് വാഹനത്തെ തടയാനുള്ള ശ്രമം നടത്തിയിരുന്നു. കോടതിയിൽ തളർന്നു വീഴുന്ന ബോബി ചെമ്മണ്ണൂരിനെയും കണ്ടു. 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഹണി റോസിനെതിരായിട്ടുള്ള ലൈംഗിക പരാമർശം നിൽക്കും. ഒപ്പം തന്നെ അശ്ലീല ചുവയോട് കൂടിയുള്ള പരാമർശം നിൽക്കും. ഈ വാഹനത്തിനുള്ളിൽ നമുക്ക് ബോബി ചെമ്മണ്ണൂരിനെ കാണാം. പോലീസ് വാഹനം ബോബി ചെമ്മണ്ണൂരുമായി ഇപ്പോൾ ജയിലിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നേരെ ജയിലിലേക്ക് ഇനി 14 ദിവസം റിമാൻഡിലേക്ക് ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ പോയേക്കാം. അഞ്ജലി ശ്രീജിത രാജ് ചേരുന്നുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുന്നു. പഴയ ആത്മവിശ്വാസമൊന്നുമില്ല. ശരീരഭാഷയിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ വല്ലാതെ ഇങ്ങനെയൊരു രംഗം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പല വേദികളിൽ ഹണി റോസിനെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോഴും അതൊരു മാർക്കറ്റിംഗ് നമ്മൾ വിശദീകരിക്കുകയായിരുന്നു. അല്ല, പ്രഷർ ഡൗൺ ആയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. തിരക്കുണ്ടാകാം. ഇത് വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടില്ല. അല്ല, ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. തുടർച്ചയായിട്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അഞ്ജലി ശ്രീജിത രാജ്, ചെറിയ പ്രഷർ ഒന്ന് ഡൗൺ ആയി വിധി കേട്ടപ്പോൾ കാലിൽ ചെറിയ പൊട്ടലുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആരോഗ്യമായി ഓക്കെയാണ്. പക്ഷേ അപ്പീൽ പോകുന്നുണ്ട് ജാമ്യത്തിനായി എന്നാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. അല്ലേ അഞ്ജലി ശ്രീജിത രാജ്? അതെ അരുൺകുമാർ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രഷർ ഒന്ന് ഡൗൺ ആയിരുന്നു എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പക്ഷേ ഇപ്പോഴും വലിയ കോൺഫിഡൻസ് തന്നെയാണ് ജയിലിനുള്ളിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ കാര്യത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ ശിക്ഷയൊന്നും ആയിട്ടില്ലല്ലോ, കോടതിയിലേക്ക് ജാമ്യം നിഷേധിച്ചു എന്നത് മാത്രമാണുള്ളത് എന്ന ഒരു ആത്മവിശ്വാസത്തോടെയുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ വാക്കുകളാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ബോബി ചെമ്മണ്ണൂർ വലിയ കോൺഫിഡൻസ് തന്നെയാണ് ഉള്ളിലേക്ക് എത്തിയത്. പക്ഷേ വലിയ രീതിയിലുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യം നമ്മൾ കണ്ടിരുന്ന ആ കോൺഫിഡൻസ് കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. 14 ദിവസം റിമാൻഡാണ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. നാളെ അപ്പീൽ പോകും. ജാമ്യത്തിനായി വീണ്ടും ശ്രമിക്കും. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. എന്നാൽ ഭാരതീയ ന്യായ സംഹിത 75(1)(1), 75(1)(4) അശ്ലീല പരാമർശം നടത്തുക, ലൈംഗിക ചേഷ്ട, ഒപ്പം ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുക, അവ പ്രചരിപ്പിക്കുക, IT ആക്ടിലെ 67 ഇവയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചാർത്തിയിരിക്കുന്നത്.